അപ്പോൾ നമ്മളങ്ങനെ എവിടെയുള്ളത്? നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ. എവിടെ എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ് സ്ഥലം? കോഴിക്കോട്. നമുക്ക് മിഠായി തെരുവിലൊന്ന് കറങ്ങണം പോലും അല്ലേ? മിഠായി തെരുവിൽ കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലത്തെ വ്ളോഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന്. ഇതാണ് അവസ്ഥ. മാർക്കറ്റിലോ ഉമ്മ ഇപ്പം അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ട്. പിന്നെ മിഠായി തെരുവിൽ വന്നിട്ട് എന്താ പർച്ചേസ് ചെയ്തേ? നമ്മള് പുതിയതായിട്ട് വീട്ടിലേക്ക് വന്നപ്പോ ഉമ്മാന്റെ കുക്കർ യൂസ് ചെയ്തു. ഉമ്മക്ക് 2 കുക്കർ ഉണ്ട്. അതിലൊരു കുക്കർ നമ്മ യൂസ് ആക്കിയത്. നമ്മള് പുതിയതായിട്ട് കുക്കർ വാങ്ങിക്കാൻ പോകുന്നു. നമ്മളിപ്പോ കുക്കർ നോക്കി. ഏത് നോക്ക്? ഇങ്ങനത്തെ വേണ്ടാന്ന് നോക്ക്. എങ്ങനത്തെ വേണമെന്ന് പറഞ്ഞു? ഇങ്ങനത്തെ വേണ്ട, ഇത് ഭയങ്കര വലിയ വട്ടം. സ്റ്റൗവിൽ ഒരെണ്ണം വെച്ചാൽ പിന്നെ അപ്പുറത്ത് വേറെ പാത്രം വെക്കാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമില്ല നോക്ക്. ഇത് വേണ്ടെങ്കിൽ വേറെ അല്ലാണ്ട് മറ്റേ ഇല്ല. അവൾ ഉദ്ദേശിച്ച് ഇതേപോലത്തെ ഇങ്ങനെ കുറച്ച് അതേ ഷേപ്പ്. അല്ലെങ്കിൽ വേറെ നോക്കണ്ട, വേറെ നോക്കാം, വേറെ നോക്കാം. അങ്ങനെ തന്നെ ആണെങ്കിൽ വേറെ നോക്കാം. ഇത് ഞാനത് ഇങ്ങനത്തെ എൻ്റെ എടുത്താ അതന്നെ മതിയാ? എന്ത് അങ്ങനെയല്ല, ഫ്രൈ പാൻ എടുത്തില്ലേ? വേറൊന്നുണ്ടോ? വേറെന്ത് വേറെന്ത് വേണ്ടേ ആവശ്യമുള്ള? പ്രൊമോട്ട് ചെയ്യണം. ശരിക്കും നോക്കിയാ ഇതൊന്നും ഇല്ലല്ലോ ഉള്ളില് ഡാമേജ്. ഇതിന്റെ സ്റ്റീലിന്റെ എന്താ എത്ര വരുന്നു? എന്നിട്ട് പറയും. ഇനി വേറെ എന്തുണ്ട് നോക്ക്. എനിക്ക് വേണോ? 350. ഇത് അമ്മ മഴ എങ്ങനെ പോലെ ഇപ്പൊ മഴ എങ്ങനെ പോകുന്നു? ഇപ്പൊ മഴയത്ത് എങ്ങനെ പോകും? വാ അപ്പുറത്തേക്ക് ഓടാ വാ. ആ അതിനെന്താ
അങ്ങോട്ടേക്ക് ഇനി എന്താ ഉള്ളെ? അങ്ങോട്ട് ഓട് പറഞ്ഞുതരാം. എന്താ ഇപ്പൊ നിനക്ക് മഴ നനയാൻ കഴിയാത്ത? വെള്ളത്തിൽ എനിക്ക് മാത്രം മഴ. അങ്ങനെ നനയില്ല, വണ്ടിയിൽ പോകുമ്പോ നനയും. അയ്യടാ എന്താ അങ്ങനെ? ഇങ്ങനെ ഇഷ്ടല്ല. ഞാൻ വീട്ടിൽ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും. വാ വാ ഓട് ഓട്. ആര് ഇതന്നെ ഈ കാണുന്നല്ലോ. ആ അതന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്ക് മനസ്സിലായി. ഫോൺ നോക്കണേ. വെള്ളം ഓള് വന്നത് ഈലാണ്. അപ്പോൾ ഓക്ക് മറ്റേലെ കൊണ്ടുപോകുമ്പോൾ ഓക്ക് മനസ്സിലായില്ല. ചോദിക്ക്. ഇതുപ്പാ എവിടാ? വേണ്ട നിങ്ങൾക്ക് ഷൂ കാണിക്കണ്ടേ? കണ്ണാടി കാണിക്കണ്ടേ? ഇത് മഴയാലും പ്രശ്നമില്ല. ഇതാണ് എന്തിനും ആ കണ്ണിലേക്ക് വെള്ളം കയറിയല്ലോ. കണ്ണ് 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 കൊട വേണോ? മീ കൊട വേണോ? അതാണ് വില പറഞ്ഞ കൊട. നേരെ ഏത് വേണമെങ്കോ ചോദിച്ചു നോക്കൂ. പൈസ എത്ര വയ്ക്കും വെറുതെ? പോ എന്നാ നടക്ക്. ആ കോടേൻ്റെ വയ്ക്കും. പോ ചോദിച്ചു നോക്ക് എത്രയാണ്. ഉപ്പാനോട് ATM പൈസ എടുത്തരാൻ പറയും. പോ ഈ ചോപ്പിന് എത്ര? 100 രൂപ. എത്ര കിലോ? അത് ചുളിഞ്ഞ പോലെ. മറ്റേത് ഏത് നിങ്ങൾ പറഞ്ഞ 350-ൻ്റെ ടൈറ്റിൽ ഒന്നോ നോക്ക്. 350 നല്ലത്. മാണിക്കുമ്പോ നല്ല തന്നെ വാങ്ങിച്ചു. നമുക്ക് അവിടെ ആവശ്യമുണ്ട്. മാണിക്കുമ്പോ നല്ല തന്നെ വാങ്ങിച്ചോ. ഇപ്പൊ 250 രൂപേൻ്റെ മതി. ഞാൻ എത്ര രൂപ? 500 രൂപ. റെയിൻകോട്ട് വേണ്ട. ഇഷ്ടം പോലെ ഉണ്ട്. മഴക്കോട്ടുണ്ടോ? ഞാൻ മനസ്സിലായില്ല. ആ ഞാനത് തന്നെ ചോദിച്ചാൽ കളിക്കുന്ന സാധനം കാണിച്ചിട്ട് വേറെന്തോ പറയുന്നു. ഒരു കടയുണ്ട് കുറച്ചുകൂടെ അവിടെ പോകുമ്പോ ഇവിടെ എല്ലാരും അങ്ങനെ. ഉപ്പാ അതെന്താ അങ്ങനെ? അപ്പൊ പുറത്തേക്ക് വന്നിട്ടാകുമ്പോ ചേട്ടന് പറഞ്ഞുകൂടെ പുറത്ത് മഴ ഞാൻ വെള്ളം
അല്ല പറയാ അയാളോട് പറയും പോ പോ. അല്ലെങ്കിൽ നമ്മൾ നിവർത്തി നോക്കുമ്പോ മഴ പെയ്യുമ്പോ കൊള്ളൂലേ? അപ്പൊ കടയുടെ ഉള്ളിൽ കയറിയിട്ട് നിവർത്താൻ പറ്റില്ല. അന്നാ ഉമ്മ ഇവിടുത്തെ നിവർത്തുമ്പോ ഇക്ക പറയണം. അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് പോയിട്ട് വേറെന്തോരോ കടയുണ്ട്. അയാളെ എടുക്കൂലെന്ന് പറഞ്ഞ ഇപ്പൊ എടുത്തില്ലേ? അങ്ങനല്ല, നമ്മ നിവർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങണേ മുന്നേ പുള്ളി പറയണം മഴ നനക്കരുത്, നീങ്ങിക്കണം എന്ന് പറയണം. അല്ലാണ്ട് ഫസ്റ്റേ പറയണേ തുറന്ന് മഴ നനഞ്ഞാല് അയാൾക്ക് ചിലപ്പോ കുട വിറ്റ് പോണുണ്ടാവൂല. അപ്പൊ എങ്ങനെയെങ്കിലും തലയിലാക്കാം. അതാണ് അയാളുടെ ഉദ്ദേശം. അതന്നെ. അൽവന്റെ സെൽഫി എടുക്കാം. അലുവ എന്താ സെലിബ്രിറ്റിയാ? ഇവിടെ ഇല്ല ക്രോക്സ്. വേന അവിടെ ക്രോക്സ് ആടെ വെച്ച് ആടെ ചെരുപ്പിന്റെ ഇവിടെ അവരോട് പറഞ്ഞ അവിടെ വെക്കാൻ പോകുമ്പോ എടുക്കാറുണ്ട്. ഇവിടെ വന്നതിന് അവർ ഓഫർ ചെയ്തില്ല. അതറിയാട്ടാ. എന്നാ പിന്നെ അവിടെ നോക്കിട്ട് അങ്ങോട്ട് പോയിക്കോളെ. അങ്ങനെ പറഞ്ഞാ സ്റ്റാൻഡേർഡ് കടയിലൊന്നും കയറണ്ട. അവിടെയാ സഫ മിഠായി തെരുവ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇതൊരു ടാസ്ക് ആണ്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഉപ്പയുടെ പോയ മോഡൽ ടോപ്പുകൾ ചെരുപ്പ് നമ്മൾ എത്ര വില? വാഷബിൾ ചെരുപ്പ് മേടിക്കാം, ടോപ്പുകൾ മേടിക്കാം. മുന്നേ ലേഡീസ് ഷോപ്പിലുകൾ മേടിക്കാം, ടോപ്പുകൾ മേടിക്കാം. കിട്ടൂല. ചമ്മി പാവം. 350 ക്രോസ് ഉണ്ട് കേട്ടോ. 350 ഉണ്ട്. അല്ലേ അല്ലേ അവിടെ പർപ്പിൾ ഉണ്ടായി. പർപ്പിളാ? അയാളെ നോക്കണ്ടല്ലോ. ലേഡീസ് ചെരുപ്പുകൾ മേടിക്കാം, ടോപ്പുകൾ മേടിക്കാം. മോഡൽ ടോപ്പുകൾ ചെരുപ്പുകൾ നമ്മൾ എത്ര വരും? ലോങ് ടോപ്പ്, ഷോർട്ട് ടോപ്പ്, ചുരിദാർ സെറ്റ്, പാർട്ടി വെയർ, വെസ്റ്റേൺ വെയർ, ഷൂസ്, ഹീൽ, ബ്ലാക്ക് ബൂട്ട്. കളർ ഉണ്ടോ? വേറെ കളർ ഉണ്ടോ?
കളറ് നോക്കിക്കൊന്നാ ഇഷ്ടപ്പെട്ട കളറിനൊരു മിസ്റ്റേക്ക് വേണ്ടേ ഉള്ളിലുണ്ടാവില്ലേ ചീഞ്ഞ് നാറിയിട്ട് കയറണ്ട മഴയാവില്ലേ ഉള്ളു അശിയില്ല എനിക്ക് ആ നേരം ഇഷ്ടപ്പെട്ട കളർ പറയും പർപ്പിൾ ഉണ്ടോ അത് ഇത് 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 ആ കളറിൽ അത് വരില്ല അത് പിങ്കാണ് അത് ഇഷ്ടപ്പെട്ടിട്ടേ ഏതാ സ്ഥാനം മാറുന്നില്ല എന്നിട്ട് ലാവൻഡർ അത് വേണ്ട എന്താ ലാവൻഡറയോ ലാവൻഡർ കറിയില്ല അതിൻ്റെ പേരൊക്കെ ഹലോ കേരള ലേഡീസിന്റെ ടോപ്പുകൾ മേടിക്കാം ചെരുപ്പുകൾ മേടിക്കാം ഏനാണോ നിൽക്കണ്ട എൻ്റെ പങ്ക വാങ്ങിച്ചെന്നുണ്ട് ആണുങ്ങളുടെ അതിന് കാണുന്നില്ലല്ലോ ഒന്നും ആണുങ്ങളുടെ എല്ലാം ഉണ്ട് ഇപ്പൊ ആവശ്യമുള്ള ഉപ്പ ഉള്ളതല്ലേ എനിക്ക് ആവശ്യമുള്ളല്ലോ മോച്ചോ നിനക്ക് സീനൊന്നുമല്ല വിളിക്കാം മോഡൽ ടോപ്പുകൾ ചെരുപ്പുകൾ വിലക്കുറവില് ഉപ്പ പോയി അവര് ഫുഡ് കഴിക്കോ നിനക്ക് ഫുഡ് വേണോ വേണ്ട വേണോ ഗ്രീൻ വേണോ അവിടെ പാട്ടുണ്ട് വേമ്പോ ആ കടയില് പോട്ടാ കിട്ടിക്ക് മെഹനാസ് വേണു പിന്നെ പറയുന്നേക്ക് ഇനി എന്താ വേണ്ടേ ഇനിയല്ലേ ഈ കടയുടെ മുമ്പിൽ നിന്ന് വേഗം അങ്ങനെ നീങ്ങാം കാണിച്ചോണ്ട് നടക്കണോ സാറില് അയ്യോ അതെവിടെ ആ കട ആ അവിടെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കും. പറയുന്നേ ഇനെന്താ വേണ്ടേ ഇനെന്താ പണിക്കാണല്ലേ ഇതെന്തിനു വേണം? ക്ലിപ്പ് ആ ക്ലിപ്പ് ഓൺ വാങ്ങിക്കോ നോക്കാട്ടെ. ഇവിടൊന്നുമില്ല. എന്നാ കേട്ടോ പുതിയ ഷോപ്പ് ഇനാഗ്രേഷൻ നിന്നോട് അവരെന്താ ചോദിച്ചു ചാനലിന്റെ പേരാ അപ്പൊ നീ എന്താ പറഞ്ഞ ഞാൻ ഫസ്റ്റ് മേനുന്റെ പേര് പറഞ്ഞു. അതല്ല നീ എന്താ ചാനലിന്റെ മേനാസ് മേനു എന്നാ പേരുള്ളത് പിന്നെന്താ മറന്ന് ഈടെ ഫോം വിളിക്കുന്നാല് ആരെ അല്ല വെയിലത്തും അല്ല മഴയത്തും വെയിലത്തോ മഴയത്തും വെയിലത്തും പോകരുതേ ഉപ്പ് ഇടാടിയോ വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടിനി അതെവിടെയാ ഇവിടെ നമ്മള് വന്നൊഴിക്കൊരു ഹോട്ടൽ ആടെ ഉള്ള എന്നപ്പോ ഞാൻ ഈ കടയിൽ തന്നെ വെച്ചാ മതി. ഞാൻ പിടിക്കാം എന്നാ മേനു നടക്കണ വീഡിയോ എടുത്തരാം. ആണെന്നല്ലേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ നിങ്ങൾ ഏത് ഹോട്ടലാ അവിടുന്ന് തന്നെ ചെരുപ്പ്
ആ ചെരുപ്പുകട കഴിഞ്ഞിട്ടുള്ളതാ? ആ ഓക്കെ ഓക്കെ. ഇതന്നെയാ തോന്നുന്നേനു. താഴെ ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടാവും. ഇതിലേക്ക് കയറണം, നല്ല രസമുണ്ടാവും. ഈഞ്ഞെടുത്തന്നെ കയറി എന്താ നമുക്ക് ഈഞ്ഞെടുത്തിട്ട് എപ്പുറത്തേക്ക് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് കയറണം, പറയാൻ പറ്റില്ല. ഞാൻ കയറൂല വേനും. ദേനാ കിട്ടി ഗൈസ്. ഇവിടെ ഇരിക്കണേ. രസം കൊണ്ട് രസം എടുത്തോണ്ട് എന്റെ മോനെ ഇതന്നെ നല്ലത്. എന്തുവാ ഇങ്ങോട്ടോ വേണോ വേണോ? ഉമ്മാനോട് കടയിൽ പോയിട്ട് 100 രൂപക്ക് 2 കിലോ അലുവ തരുമോ ചോദിപ്പിച്ചാലോ? നല്ല കോമഡി ഉണ്ടാവും. അപ്പൊ അവരുടെ റിയാക്ഷൻ കിട്ടും നമുക്ക്. 10 രൂപ കഴിക്കാന്നാ? അതന്നെ ഒരു ഉരുളി വാങ്ങുന്ന ഫോട്ടോ എടുത്തോളൂ. പറയണത് അവര് ഉരുളി എന്താ അവര് പറയുന്നത്. അതായത് ഉരുളിയൊക്കെ വാങ്ങി പോയിക്കോളി. അതായത് ഇങ്ങനത്തെ താഴൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാലേ നല്ല ഭംഗിയാ. ഓടിയുണ്ടോ ഇതിനകത്ത്? ഓടിയുണ്ടോ? ഓടിയുണ്ടോ? ഇത് ഉരുളിയല്ല, ഇതാണ് താലം. ഉരുളി ഇതാണ് ഉരുളി. ഇത് ടീ പോയിന്റ് മേലെ വെക്കാം. ഇതിൽ ചായ പാത്രങ്ങളൊക്കെ വെക്കാം. സിറ്റ് ഔട്ടിലോ മറ്റേ സിറ്റിംഗ് റൂമിൽ ഡ്രോയിങ് റൂമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അട്രാക്ഷനാണ്, ഭംഗിയാണ്. സ്വർണ്ണം കൊണ്ടാണ് വീടുണ്ടാക്കിയെന്ന് വിചാരിച്ചല്ലേ നമുക്കൊരു അടുത്ത സിനിമക്ക് കൊണ്ടുപോകുന്ന എനിക്ക് തോന്നി. അയാൾ വേണ്ട ചായുന്നുണ്ട്. അപ്പാപ്പനെ നോക്കി തിരിച്ചോണ്ടിരിക്കണ. കുട വലിച്ചാ പോലെ അതാകുമ്പോ 4 പേർക്ക് നിൽക്കാം. നല്ല മനുഷ്യനെ വീഡിയോ എടുത്ത് സൈഡിലേക്ക് നീങ്ങിക്കാൻ പറഞ്ഞത്. ഇനി അടുത്ത ചേട്ടൻ എന്തെങ്കിലും പറയോ? ഉമ്മ നോക്കി അടച്ചതെന്താ വണ്ടിന്? അതാ കുറേ സാധനം മേടിച്ച് കഴിച്ചു. നല്ല മഴയാണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറേ സോപ്പ് കാര്യമെല്ലാം മേടിച്ചു വിടുന്നത്. നമ്മൾ രണ്ടാമത് മിഠായി തെരുവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ആ അത് നാട്ടിലല്ല സെയിം. അത് കമ്പനിയോ? ഉമ്മ ഇതേപോലത്തെ സാധനം കണ്ട? ഇതെല്ലാം കമ്പനി അല്ല. ആ അങ്ങനത്തെ നോക്കിയാൽ നമ്മൾ നാട്ടിൽ ഇങ്ങനത്തെ മേടിക്കാം.
ആ വാങ്ങി. നാലാള് നാളെ പണി അല്ല പനി. എന്തുണ്ടെന്ന് കൊടയാ ബസ് ബേസ്. അമിത്ഷാക്കൊന്നും കൊടുത്തില്ല, അമിത്ഷാക്കൊന്നും പണി കൊടുത്തില്ല. ആടാലുണ്ട്, പക്ഷെ അവിടെ വില കൂടുതലാണ്. അതിന് ഇവിടെ വരാൻ തേങ്ങ ചേർക്കുന്നത് ഇതേ വന്നേരെ ഇങ്ങോട്ട് പോക്കിന് വേണ്ടിയിട്ടുണ്ട്. ആ പോയിട്ടില്ല അല്ലേ? ആ നല്ല ഇതുണ്ട്. മഴ നനഞ്ഞോണ്ടിൻ്റെ ഒരു സുഖം. യാത്ര. ഇനി ട്രെയിനിലിരിക്കുമ്പോ എവിടെ അവിടെ എത്തിയോ? ഞാൻ ബാക്കിൽ നോക്കണുമ്പോ എവിടെ? മഴ കൂട്ടാ ട്രെയിനിലിരിക്കുമ്പോ കാറ്റും കൊള്ളുമ്പോ നല്ല സുഖം ഉണ്ടാവും. ഒരു കാലം ഇതേപോലെ മഴ വന്നിട്ട് ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുകാലം. തിരിച്ചു കിട്ടാത്ത ഒരു കൊട അത് തോട്ടയാവും. കുറേ വർഷങ്ങൾ ഇങ്ങനെ ഓൾസ് വീണിട്ട് വീണിട്ടുണ്ടാവും. ഇത് കീ അടിച്ചോണ്ട് തന്നെ പോണേ പുള്ളി പറഞ്ഞേ. ഓൾസ് ഉണ്ടാവും കുടക്ക്. എന്നിട്ട് ഇങ്ങനെ വെള്ളം ഉറ്റുമ്പോ മുഖത്തേക്ക് തെറിക്കും. അതല്ല കൊട ചൂടിയിട്ട് വെറുതെ കൊട നീക്കും. മഴ നനയാൻ നീക്കും. ഇങ്ങനെ വെള്ളത്തിലും ഒരു കാലിട്ട് അടിച്ചിട്ട് വെള്ളത്തിൽ ഒരു കാലോടും വീണ്ടല്ലോ ഇങ്ങനെ വീണ്ടുള്ളില്ല. നല്ല രസമാണ് ആ കാലം. ഇനി വരുമോ? അന്ന് അസുഖവും ഇല്ല ഒന്നുമില്ല. അന്ന് മഴ നനഞ്ഞാൽ അസുഖമില്ല, തോട്ടൊന്നും കഴിക്കേയില്ല. ഇപ്പഴാ വൈകുന്നേരം വരെ തോട്ടിൽ പോത്ത് കിടക്കുമ്പോൾ കിടക്കും. എന്നാലും ഒരു അസുഖമില്ല. കുറച്ച് കണ്ണ് ചോക്കുന്നതിലും കണ്ണ് ചോക്കൂ കണ്ണ് ചോക്കും. എന്നാലും ഒരസുഖമില്ല, ഒരാസ്പത്രി പോലില്ല. കുഴി ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ 4 പേരും നല്ലൊരു മഴയുടെ ഇതായത് ചൂരിപ്പഴമല്ലേ? മരം അറിയില്ല. പഴമൊന്നും കാണാനല്ല. മഴത്തുള്ളികളാണ് കണ്ണിന് കറണ്ട് കല്ല് ബാഗ് തുറന്നിരിക്കാണോ? അതന്നെ. ഫോണ് നനഞ്ഞ് ചീഞ്ഞുണ്ടാവും. ഓക്കെ പോട്ടെ. ഇങ്ങനെ ഇത് ഓർമ്മടിക്കണം. എന്ത് ഇവർക്ക് തന്നെ റോഡ് ഫുള്ള് വേണം. ഓട്ടോക്കാരും അതെ KSRTC. ഞാൻ കുറച്ചു നേരം പോയി അത് പിടിക്കട്ടെ. അതുപോലെ അതിനുണ്ട്. കവർ പിടിച്ചിട്ട് പൊട്ടിയല്ല. ഞാൻ പിടിക്കാം കുറച്ചു നേരം. പിടിക്കണ്ട നീ. ഞാൻ പിടിച്ചോളാം. വേണ്ട, കുറച്ചു നേരം ഞാൻ പിടിക്കാം. വേനു വാ ഇങ്ങോട്ട്. പൈപ്പ് പണിക്കാം. എനിക്ക് കാല് വേന എടുക്കാം. പൈപ്പ് ഷൂ പൈപ്പ് പണിക്കാം. വേണ്ട. ഈ ഷൂ ഇല്ലേ ചെറുവിരലിൻ്റെ അവിടെ വേദന. അന്ന് ഓപ്പറേഷൻ ചെയ്യണം. വാ. അതല്ല ഷൂ സൈഡിൽ ഇങ്ങനെ കൊള്ളൂല്ലേ രുചി. പിന്നെ വേണ്ട.
പ്രശ്നമില്ല. ഞാൻ ബുദ്ധിമുട്ട് പറയുന്നുണ്ടോ? എന്തൊക്കെ പൊസിഷല്ല റോസയാ റോസയാ നമുക്ക് ട്രെയിൻ കയറുമ്പോൾ കാണാം. Express from Mangalapuram to Coimbatore and expected to arrive at 14 hours. ഉണ്ടംപൊരി അല്ല എള്ളുണ്ട. ഇരിക്കാൻ നാളെ എന്താ പോക്കല്ലേ കേട്ടോ. ചെരുപ്പ് താഴെട്ടോ. ഗൈസ് അങ്ങനെ കുറെ പർച്ചേസിങ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ മഴയത്ത് ഇങ്ങനെ കുറേ സീനൊക്കെ പോയി കട്ടായി പോയി. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കുറേ കോമഡി സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം മഴയത്ത് എന്താ പറയുക, ആ ടൈമിന് ക്യാമറ റോളാക്കാനുള്ളൊരു ടൈം ഉണ്ടായില്ല. എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതറിയ എന്തിപ്പോ തിന്നണ അതാ എള്ളുണ്ട തീർന്നോ? അത് തീരട്ടെ. ടേസ്റ്റ് അറിയണ്ടേ? അതൊന്നും ഉപ്പാക്ക് മനസ്സിലൊന്നും നീല. ഞാൻ ഇത് തിന്നില്ല. ഒരാഗ്രഹം ചിലതൊക്കെ ഒരു മണക്കര ആഗ്രഹം തോന്നിയാ തിന്നോ? തിന്നുമ്മ പറഞ്ഞോ. ചെറുപ്പത്ത് വെച്ചിട്ട് നമ്മള് നമ്മളപ്പോ ഓടി നീങ്ങി പോയി. നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങിയില്ല. അങ്ങനെ ഒരാളായിട്ട് കമ്പനിയായി ഗൈസ്. ഉപ്പ വിശാഖത്തിൽ ഉമ്മ നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാടുന്ന് പിന്നെ ഒരു ട്രെയിൻ കയറി. അവിടുന്ന് ഇറങ്ങി സാധനമൊക്കെ ഉണ്ട്. രണ്ടാൾ പിടിച്ച് കൈ ഇങ്ങനെ ഫുള്ള് വെയിറ്റ് താങ്ങി എല്ലാവരും കൈ പോയി. അപ്പോൾ രണ്ടാൾ ഷെയർ ഇട്ട്. പിന്നെ ഇത് ലാസ്റ്റ് തോന്നിയ ഐഡിയ ഇങ്ങനെ എത്തി. സഫു എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ട്രിപ്പ്? മണ്ടന്മാർ ലണ്ടനിൽ പോയ പോലെ. എന്താണ് ഇന്നത്തെ വിശേഷം പറയാനുള്ളത്? ഉപ്പ ചെറുവത്തൂർ എത്തിന്ന് വിചാരിച്ച്, പക്ഷെ നീലേശ്വരം എത്തിയത്. പക്ഷെ ചെറുവത്തൂര് സ്റ്റോപ്പ് ഉണ്ടായില്ല. അപ്പൊ കണക്ക് കൂട്ടിയത് കറക്റ്റ് തന്നെ, സ്റ്റോപ്പ് ഉണ്ടായില്ല. പക്ഷെ നീലേശ്വരം നമ്മള് ട്രെയിൻ ഇങ്ങനെ നീങ്ങുമ്പോ നീലേശ്വരത്തിന് ബോർഡ് ഇങ്ങനെ ട്രെയിന് വിടുമ്പോഴാണ് നമ്മള് നീലേശ്വരം നമ്മുടെ സ്ഥലം നമ്മള് കാറ് നോക്കിയിട്ട് ടാറ്റയെ കൊടുത്തു. അപ്പൊ അങ്ങനെ നാട്ടിലെത്തിയിരിക്കുന്നു. ഫുള്ള് മഴ നഞ്ഞ് ചണ്ടി കൈയും കാലിലും പിറക്കണം. നല്ല രസം. നമ്മൾ AC-ന്റെ തണുപ്പ് കാലിലേക്ക് ഞങ്ങൾ ഇരുന്നതിന്റെ ഞങ്ങൾ മുകളിൽ ഇരുന്നത്.
അപ്പൊ മേനുവിന്റെ കാല് പാൻറ്റിൽ നിന്ന് വെള്ളം ഉറ്റി താഴേക്ക് വീഴുമ്പോ താഴത്തെ ആൾക്കാർ വെള്ളം വെള്ളം. ഞാൻ മുകളിലാണ് കയറി, അതായത് ട്രെയിനിന്റെ മുകളിലില്ലേ ലഗേജ് വെക്കുന്ന സ്ഥലം, അങ്ങനെയല്ല ലഗേജ് വെക്കുന്ന മുകളിലെ സീറ്റില് മുകളിലെ സീറ്റിൽ പോയിട്ട് ഇരുന്ന് ഞമ്മ രണ്ടാളും. അപ്പോൾ ലാസ്റ്റ് ഉണ്ട് ഞാൻ ഫുള്ള് ഓൾറെഡി മഴ നനഞ്ഞല്ല നല്ലോണം. മഴ നനഞ്ഞിട്ടാകുമ്പോൾ ഫുള്ള് പാൻറ്റിലൊക്കെ വെള്ളം കെട്ടി നിന്ന് ആടെ സീറ്റിൽ കയറിയിട്ട് ഇങ്ങനെ നേരെ വെക്കുമ്പോൾ ഉറ്റി വീണ് എല്ലാവരും മേത്ത് വീണ് നാണക്കടെ. കൊറേ നേരം പറഞ്ഞു ഉറ്റണം നീങ്ങി ഞാൻ ട്രെയിനുമ്പോഴേക്ക് പോകുമ്പോ എന്നാ ഇങ്ങോട്ടാ എന്നിട്ട് തന്നെ കൈ വേദന എടുക്കണം. എന്തിന് ഇത് പിടിച്ചിട്ടാ എന്നാ കൊണ്ടാ കൊണ്ടാ വെക്ക് വെക്ക് ഞാൻ ഈ കൈ പിടിക്കാൻ വേണ്ട, ഈ കൈ പിടിക്കാൻ വേണ്ട. എന്നാ ഞാൻ അപ്പുറം പോവാം. എൻ്റെ അടുത്ത കഥ പറയും. എന്താ ഇനിയിപ്പോ പോയിട്ട് ചായ കുടിക്കാല്ലേ? ചായയും മസാല ദോശ ആ പൊളിക്കും. വാ ഉച്ചക്കൊന്നും കഴിച്ചില്ല നമ്മള്. ഉപ്പയും എന്താ കഴിച്ചത്? ചോറ്. നമ്മളെ ചോറ് കഴിക്കാൻ നിർബന്ധിച്ചിന്, പക്ഷെ എന്താ വെച്ചെങ്കിൽ നമുക്ക് വിശന്നിട്ടില്ല സമയത്ത്, തീരെ വിശപ്പുണ്ടായിട്ടില്ല. എനക്ക് വിശന്നിട്ടാ അപ്പോഴോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തിന്നോന്നു ഒക്കെ വിശക്കുന്നില്ല കാരണം അങ്ങനെ അയാളുടെ കൈൻ്റെ തുമ്പത്തിങ്ങനെ കൈയടിച്ചു. അയാളുടെ കൈൻ്റെ തുമ്പത്തിങ്ങനെ കൈയടിച്ചു. ആര്? എൻ്റെ കൈ. അങ്ങനെ ചെക്കൻ്റെ. ഞാൻ ഇങ്ങനെ നോക്കി. ഇതാണ് നമ്മുടെ നീലേശ്വരം. നീലേശ്വരത്തിരിക്കുന്നു. വടകര വളവിൽ 60 തെങ്ങ്, 60 തെങ്ങിൽ 60 പൊത്ത്, 60 പൊത്തിൽ 60 നത്ത്, നത്തിന് ഇങ്ങനെ ഇതെവിടെ എത്തിയില്ല നമ്മുടെ വണ്ടി. അങ്ങനെ നമ്മളെ നാട്ടിലെത്തിയിട്ട് ഇനി എന്ത് വൈൻഡപ്പല്ല. ഓക്കെ, ഇനി നേരെ നമ്മൾ നല്ല ചൂട് ചായയും എന്തെങ്കിലും സ്നാക്സും കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകണം. ബൈ ബൈ പറയാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി ചായൻ്റെ പീടികയിലെത്തിയിട്ട് കാണാം. ബൈ. എടേ വെറുതെ എൻ്റെ ഉള്ള പെണ്ണ് പോകുന്നു. പെണ്ണിനെ എങ്ങനെയാണ് സെറ്റാക്കി വെച്ചത്? സ്നേഹിക്കുന്ന ഭാര്യ വേണ്ടി സ്നേഹം. വീട്ടിലങ്ങനെ എടുക്കാൻ വലിയ മെമ്മറി കാർഡ് ഇടില്ല. നല്ല ക്വാളിറ്റിയാ. സിനിമ എടുക്കാം, സിനിമ. അപ്പൊ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മേനുവിന്റെ നെയ്റോസ്റ്റാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞ ദോശ കുറച്ചുകൂടി തന്നതാ. വായിലേക്ക് എത്തിയില്ല. ഇവിടെ വരെ എത്തിയിട്ട് കുറച്ചുകൂടി തിന്നോ. പപ്പാതി നമുക്ക് പ്ലെയിൻ ദോശ. ഇത് തണ്ണി ഇത് ദോശ ഓസിനെ കൈയിടാൻ ഞാൻ പറയാൻ വരുന്നത് കഴിഞ്ഞിട്ടല്ല. പറഞ്ഞാൽ വായ കഴിയില്ലേ? വലിയ വൃത്തിക്കഥ പറഞ്ഞപ്പോ വൃത്തിക്കഥ പറഞ്ഞിട്ട് കൈ കഴിയില്ലല്ലോ, അല്ല വായ കഴിയില്ലല്ലോ. നോക്കാം.
നമുക്ക് എന്താ ഉണ്ട് ചായപ്പൊടിയെല്ലാം വേണ്ട. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കാനുണ്ടായിന് ഗൈസ്. നമ്മൾ പോകുന്നതിക്ക് കുറച്ച് വീട്ടിലേക്കുള്ള അരി, അതേപോലെ തന്നെ ഇതേപോലെയുള്ള സാധനങ്ങളുണ്ടോ അങ്ങനത്തെ മേടിക്കാണ്ട്. പിന്നെ അത് മേടിച്ചിട്ട് നേരെ എന്താ വീട്ടിലേക്ക് പോകുന്നല്ലേ. ഓരോ സമയത്ത് ഇങ്ങനെ പ്ലാനിങ് മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചാടിക്കാൻ പോയി, പ്രതീക്ഷിക്കാണ്ട് നമ്മൾ കാഞ്ഞങ്ങാട് എത്തി, പ്രതീക്ഷിക്കാണ്ട് നമ്മൾ ഈ കടയിലേക്ക് എത്തി സാധനം വാങ്ങിക്കാം, പിന്നെ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ വേറെ ഇടയ്ക്കോ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ അതിന് എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകും. അപ്പം വീട്ടിലെത്തിയിട്ട് കാണുന്നതിന് വീട്ടിലെത്തിയിട്ട് കാണാം. അതിൻ്റെ ഇപ്പോൾ വീട്ടിൽ നിന്നേക്കാം. അരിയെല്ലാം നോക്കുന്നുണ്ട്. ഇപ്പോൾ വായിലിടും നോക്കിക്കോ ഗൈസ്. ഇപ്പോൾ എടുത്തിട്ട് വായിലിടും ഗൈസ്. വായിലിടുന്നില്ലേ? വായിലെന്താ മഞ്ഞപ്പിത്തം വരും വെറുതെ. അയ്യടാ. അപ്പം ആവശ്യമുള്ള അരിയും സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. ഉമ്മ പയറ്, പരിപ്പ് അങ്ങനത്തെ കഴിഞ്ഞിട്ടില്ലേ? അപ്പോൾ അതിനില്ലേ ഞാൻ വിളിക്കാൻ ഞാൻ എടുക്കൂലേ? ഞാൻ എടുക്കട്ടില്ല. എന്നാല് അതിന്റെ മുകളിൽ തന്നെ വെച്ചോ. അവിടെ വെച്ചോ. അതിലൊന്നുമില്ല ഷോപ്പർ. ഗായ്സ്, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി നമ്മള് നേരെ വീട്ടിൽ പോകുന്നത്. കൊറേ ആയി നമ്മള് കഴിഞ്ഞ് വൈൻഡപ്പ് എന്ന് പറഞ്ഞിട്ട്